ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിഷമങ്ങളില്ലേ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രശ്നമാണ് വലുതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രം വലുതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്. നമ്മൾ സന്തോഷവാനായിരിക്കുക. പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, സങ്കടം ഉണ്ടാവും, അതിന് സമയം കൊടുക്കുക. അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ഒരു കാര്യങ്ങളാണ് നമ്മളതിനത് കുറയ്ക്കണം. കാരണം ഈ സ്ട്രെസ്സ് നമ്മൾ പല രീതിയിൽ ആരോഗ്യപരമായിട്ട് ബാധിക്കും. അതിന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തുകൂടുക, ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, നമ്മൾ ബന്ധങ്ങളെല്ലാം പുതുക്കുക. സോഷ്യൽ വെൽബീയിങ് ഇല്ലേ, അത് അത്യാവശ്യമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വയ്ക്കുക, നമ്മൾ അയൽവക്ക ബന്ധങ്ങൾ ചേർത്ത് വയ്ക്കുക, ഫ്രണ്ട്സായിട്ട് സമയം കണ്ടെത്തുക, കുറച്ച് അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറേ എല്ലാം സമാധാനത്തിൽ വരും. നമുക്ക് സ്ട്രെസ്സ് കുറയുമ്പോൾ നമ്മുടെ വിഷയത്തിന്, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ വരികയും ചെയ്യും. നമുക്ക് പ്രശ്നമാണ്, പ്രോബ്ലമാണ്, ആ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതൊന്ന് സമാധാനത്തിലൂടെ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു കാട് തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും നല്ലത് വരും. ആ കാടിനുള്ളിൽ ഇഴജന്തുക്കളും ഭീകരജീവികളും ഒക്കെ വരുള്ളൂ. നല്ല സാധനങ്ങളൊന്നും അവിടെ കൂടില്ല. പക്ഷേ ആ ഒരു സ്ഥലത്തെ കാടെല്ലാം, ആ കളകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് എടുത്തു നോക്കിയേ, എന്തെല്ലാം ചെയ്യാൻ പറ്റും അവിടെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലുള്ള വൃത്തിയില്ലാത്ത കാടുകളെല്ലാം വെട്ടിത്തളിച്ച് നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നോക്കിയേ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, സോഷ്യൽ വെൽബീയിങ് കറക്റ്റായിട്ടിരിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും അയൽവക്ക ബന്ധങ്ങളെയും നമ്മൾ സുഹൃത്തുക്കളെയും അടുപ്പിച്ച് നിർത്തി നല്ല നല്ല ബന്ധങ്ങൾ, എന്നും നല്ല ഗുഡ് റിലേഷൻഷിപ്പ് വേണം. അത് നമുക്ക് നന്മയെ വരുത്തുള്ളൂ. പകുതി അസുഖങ്ങളും, നമ്മൾ എത്ര തന്നെ അസുഖങ്ങൾ മരുന്ന് കഴിച്ചാലും ഈ സോഷ്യൽ വെൽബീയിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, താങ്ക് യു.